അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്വഭാവത്തെ പരിഗണിച്ചിട്ടാണ് എന്നത് ഒരു പൊതുവായ യാഥാർത്ഥ്യമാണ്. ഒരു നല്ല ഭാര്യ, ഒരു നല്ല പെണ്ണിനെ ഇണയായി ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ്. കണ്ണിന് കുളിർമയും ഹൃദയത്തിന് ആനന്ദവും ജീവിതത്തിന് വഴികാട്ടിയുമായി നിറഞ്ഞു നിൽക്കുന്ന ഭാര്യ ഏറ്റവും നല്ല നിക്ഷേപമാണ്. പരസ്പര വിശ്വാസ്യത പുലർത്തുവാനും പരസ്പരം മനസ്സിലാക്കുവാനും കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുവാനും പങ്കുവെക്കാനും ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയണം. പ്രത്യേകിച്ച് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ സന്തോഷത്തിൽ എന്ന പോലെ ദുഃഖത്തിലും പങ്കുചേരാൻ, കൂടെ നിൽക്കാൻ, ആശ്വാസത്തിന്റെ തണലായി അവൾ ഉണ്ടാവണം. അള്ളാഹുവിനെ ഓർക്കുന്ന ഇണകൾക്കല്ലാതെ ഇത് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. തഖ്വ കൊണ്ട് ബന്ധിതമായവർക്കല്ലാതെ പൂർണ്ണമായ പരസ്പര വിശ്വാസ്യതയും പരസ്പര സ്നേഹവും പുലർത്താൻ സാധിക്കില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കാൾ ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് സ്ത്രീയുടെ സ്വഭാവ ശുദ്ധിക്കും തഖ്വക്കുമാണ്. അതുകൊണ്ടാണ് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചെങ്കിലേ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഭവമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണ്. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് മുഴുവൻ വിഭവമാണ്, അതിൽ ഏറ്റവും നല്ല വിഭവം സദ്വൃത്തയായ പെണ്ണാണ്. സദ്വൃത്തയായിട്ടുള്ള ഭാര്യ ഉണ്ടാവണമെങ്കിൽ ദീനുള്ള പെണ്ണായിരിക്കണം എന്നുള്ളതാണ്. സദ്വൃത്തയായ ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അവളെ വിട്ട് എത്ര ദൂരം സഞ്ചരിക്കാനും ഭർത്താവ് പേടിക്കേണ്ട. തികഞ്ഞ വിശുദ്ധയായി അവൾ കാത്തിരിക്കും. എത്ര ദുസ്സഹമായ ഏകാന്തതയിലും അവൾക്ക് മറ്റൊരാളെ കൊതിക്കാൻ സാധിക്കില്ല. കഠിനമായ ജീവിതാനുഭവങ്ങളിലും ഭർത്താവിനെ ശപിക്കാൻ അവൾക്കാവില്ല. ചെറിയ പിണക്കത്തിന്റെ പേരിൽ ഭർത്താവിനെ വിട്ടുപോവാൻ അവൾക്കാവില്ല. എന്നാൽ സദ്വൃത്തയല്ലെങ്കിലോ എന്തും സംഭവിക്കാം. പ്രലോഭനങ്ങളിൽ പെട്ടുപോകാം. ഒറ്റക്കാവുമ്പോൾ മറ്റൊരാളെ കൊതിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം അവൾക്ക് അല്ലാഹുവിനെ ഭയമില്ല. മറ്റാരെങ്കിലും കാണുമോ അറിയുമോ എന്ന ഭയം മാത്രമേ ഉള്ളൂ. ഇന്ന് മുസ്ലിം കുടുംബത്തിൽ പോലും സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. പുറത്തറിഞ്ഞതും അറിയാത്തതുമായ എത്രയെത്ര ദുഷിച്ച വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഗൾഫുകാരുടെ കുടുംബങ്ങളിൽ നിന്ന് ഭാര്യയും മക്കളെയും ഒക്കെ വിട്ട് വർഷങ്ങളോളം നീണ്ട പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ധാരാളം പണം അവർ നേടുന്നുണ്ടാവാം. പക്ഷേ അതിനിടയിൽ പ്രധാനപ്പെട്ട പലതും അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയാതെ പോകുന്നു. ഇവിടെയാണ് ഒരു നല്ല പെണ്ണിനെ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് മേലുദ്ധരിച്ചിട്ടുള്ള, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ വായിക്കാൻ കഴിയുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖീല യാ റസൂലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏറ്റവും നല്ല പെണ്ണ് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നദറ ഇലൈഹ, നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാണ്. വതുതിഉഹു ഇദാ അമറ, നീ കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്നവളാണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി ബിമാ യക്റഹ്, അവൾ ഒരിക്കലും അവളുടെ ശരീരത്തിലോ നിന്റെ ധനത്തിലോ നിനക്കെതിരായതൊന്നും അവൾ പ്രവർത്തിക്കുകയില്ല. നീ ഇഷ്ടപ്പെടാത്തതൊന്നും അവൾ പ്രവർത്തിക്കുകയില്ല. ഏത് സന്ദർഭത്തിലും ഭർത്താവിന്റെ തൃപ്തിയെ, ഭർത്താവിന്റെ സമാധാനത്തെ കാക്ഷിക്കുന്നവളും ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ സമ്പത്തും കാത്തു സൂക്ഷിക്കുന്നവളുമാണ്.
വിശ്വാസവിശുദ്ധി, ആദർശനിഷ്ഠ, ഭർത്താവിനോടുള്ള സ്നേഹം, മക്കളോടുള്ള കാരുണ്യം, വിശ്വാസ്യത, സത്യസന്ധത, ഇവയൊക്കെയാണ് ഒരു നല്ല സ്ത്രീയുടെ ലക്ഷണങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരം ദീനുള്ള സ്ത്രീയെ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുത്തിട്ടുള്ള പങ്കാളിയായ നമ്മുടെ ഭാര്യയ്ക്ക് ദീനില്ലെങ്കിൽ അവൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വസ്ഥതയും സമാധാനവും ആസ്വദിക്കാനും അനുഭവപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.